ഈ സാധനത്തിന് സാധുക്കൾക്ക് എങ്ങനെ കൊടുക്കുന്നത്? 4444 റുപ്യക്ക്. പാവപ്പെട്ട മനുഷ്യന്മാര് വീടില്ലാതെ കിഡ്നി മാറ്റക്കാൻ പൈസ ഇല്ല, ഇതിനൊന്നും 1 ഉറുപ്യ കൊടുക്കാൻ പറ്റില്ല. ഈ ജാതി സംഭവങ്ങൾക്ക് യാത്ര വേണമെങ്കിലും വാരിക്കോരി കൊടുക്കാൻ ആളുകൾ സന്നദ്ധരാവണം. ജനങ്ങളുടെ സമ്പത്ത് ഇങ്ങനെ ചൂഷണം ചെയ്ത് നടക്കുക, അതിനുവേണ്ടി ദീനിനെ വരെ കൊള്ളയടിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരും പേര് പറയണില്ല, ഇതൊക്കെ ഇന്ന് യൂട്യൂബിൽ ആർക്കും കയറിയാൽ കിട്ടും. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് മറിഞ്ഞു കിടക്കുകയാണ്. എത്ര സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഇവിടെയാണ് നമ്മൾ ഇസ്ലാം അതിന് പറയുന്ന ഒരു പരിഹാര മാർഗം പറഞ്ഞിരിക്കുന്നത്. അള്ളാന്റെ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങണം. ഏതാ ഖുർആൻ? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ മനുഷ്യരെ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താ? ഇത് മനുഷ്യരെ നല്ല മാർഗത്തിലേക്ക് നടത്തുന്ന ഗ്രന്ഥമാണ്. ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, മനസ്സുകൾക്ക് ശമനം നൽകുന്ന ഗ്രന്ഥമാണ്. നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിപ്പിച്ചിരുന്ന അത്ര പരിഹാരമുള്ള ഗ്രന്ഥമാണ്. ശിഫയാക്കപ്പെട്ട ഗ്രന്ഥമാണ്, ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. എത്ര നമ്മൾ ഓതിയോ അത്ര ബറക്കത്ത് കൂടും. ഓതാൻ നോക്കണം. വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ കഴിയണം. ആ ഖുർആനിന്റെ വിശദീകരണമായ ഹദീസിനെ പറ്റിയും വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബി തങ്ങൾ സംസാരിച്ചത്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും നമ്മുടെ ജീവിതത്തിൽ വരണം. മരിക്കുന്നതിന്റെ മുമ്പ് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ മരിച്ചാലും ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, 2 കാര്യങ്ങൾ മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല. ഒരാളും നിങ്ങളുടെ പൈസ കൊള്ളയടിക്കൂല, ഒരാൾക്കും നിങ്ങളെ തെറ്റിക്കാൻ കഴിയൂല. ഏതാ 2 കാര്യങ്ങൾ? കിതാബ് അല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ്, വസുന്നത റസൂലിഹി, റസൂലിന്റെ ചര്യകൾ. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവരുമാർ. അപ്പോൾ ഖുർആനിനും സുന്നത്തിനും എതിരായി ബാപ്പകാരണവന്മാര് ചെയ്തു വെച്ചതാണെങ്കിലോ, അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈആ വലാ ഹും യഹ്തദൂൻ, അവർ പിഴച്ചവരോ അതല്ലെങ്കിൽ അവർ സന്മാർഗം കിട്ടിയവരോ അല്ലാത്തവരോ ആണെന്നറിയില്ല, പിന്നെ എങ്ങനെയാണ് അവരുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കുന്നത്? അള്ളാന്റെ ഖുർആനിനും സുന്നത്തിനും എതിരായി ഭൂരിഭാഗം ജനങ്ങൾ അത് ചെയ്യുന്നുവെങ്കിലോ, വലാകിൻ അക്സറുഹും ലാ യഖിലൂൻ, ഒരു ഭാഗം ആളുകളും ചിന്തിക്കാത്തവരാണ്. ആള് കൂടുതലുണ്ടോ നോക്കിയാല് വേണ്ടാത്തിൽ ഒരുപാട് ആള് കൂടുതൽ നീ നോക്കണ്ട. എന്റെ ചങ്ങായിമാരും എന്റെ സുഹൃത്തുക്കളും എന്റെ ഫ്രണ്ട്സുകളൊക്കെ അതൊന്നും വിശ്വസിക്കാത്തവരാണ്. അവർ വന്നിട്ട് പരലോകത്ത് പറയും, യാ ലൈതനീ ലമ്മത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്ന ചങ്ങാതിയെ ഞാൻ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ രക്ഷപ്പെട്ടിരുന്നു, അള്ളാന്റെയും റസൂലിന്റെയും മാർഗം സ്വീകരിച്ചാ മതിയായിരുന്നു. പിന്നെ പറയും, ഞങ്ങളെ നേതാക്കന്മാര്, ഞങ്ങളെ സാദാത്യങ്ങള്, ഞങ്ങളെ മുദരിസീങ്ങള്, ഞങ്ങളെ മഹല്ലത്തെ ഖതീബുമാര്, അവരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങൾ നരകത്ത് കൈക്കോട്ടെ. അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയ ആൾക്കാര്. എന്താ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ജുറാസിക് പാർക്കിന്റെ ഏതെങ്കിലും പാർക്ക് പോവാന്ന് വിചാരിച്ചിരിക്കുന്നത്? ഇതത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. നരകം എന്ന് പറയുന്നത് ആളിക്കത്തിക്കപ്പെടുന്ന നരകത്തിന്റെ മുമ്പിൽ എത്തിപ്പെടുമ്പോ ചില മനുഷ്യർ വന്ന് പറയാൻ തുടങ്ങും, പടച്ചോനെ ഞങ്ങളൊന്ന് രക്ഷിക്കണം, ഞങ്ങൾ പെട്ടുപോയി. ഞങ്ങൾ പോകാനുള്ള പെടാനുള്ള കാരണം എന്താണെന്നറിയുമോ? ഞങ്ങളുടെ സയ്യിദന്മാരെ, കുബറാക്കന്മാരെ, നേതാക്കന്മാരെ ഞങ്ങൾ അപ്പടി അങ്ങ് അനുസരിച്ചു പോയി. അവര് ഞങ്ങളെ അങ്ങ് വഴിപിഴപ്പിച്ചു നശിപ്പിച്ചതാണ് റബ്ബേ, ഞങ്ങൾ പെട്ടുപോയതാണ്. റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബ്, റബ്ബേ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. വൽ അൻഹും ലഅനൻ കബീറാ, അവർക്ക് വലിയ ശാപം കൊടുക്കണേ. നമ്മൾ എവിടേക്കാ പോകേണ്ടത്? നമ്മൾ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ, അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങുക, സുന്നത്തുകളിലേക്ക് മടങ്ങുക. നമ്മുടെ ഏത് കർമാനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, എന്ത് കാര്യം എടുത്തു വെച്ചാലും നമ്മൾ പരിശോധിക്കണം, ഇത് 1400 കൊല്ലം പഴക്കമുള്ളതാണോ? എന്തിനാ അങ്ങനെ നോക്കണം?
അതാണ് ഇസ്ലാം. പൂർത്തിയാക്കിയ ഇസ്ലാമിലുള്ളതാണ് നമ്മുടെ മതം. നമുക്ക് തോന്നിയതുപോലെ ഇന്നത്തെ സുബ്ഹി നാളെ പോയി 3 റക്അത്താക്കാൻ പറ്റൂല. ഫാത്തിഹ നല്ലതല്ലേ, റുക്കൂഅ് നല്ലതല്ലേ, സുജൂദ് നല്ലതല്ലേ, ഒരു റക്അത്ത് എണ്ണം കൂട്ടിയാ എന്താ കുഴപ്പം? ഇസ്ലാമില്ലത് പറ്റൂല. അത്രയുള്ളൂ. നമസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുള്ളയാണ് പറയേണ്ടത്. അവിടെ ആരെങ്കിലും യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്ന് പറയാറുണ്ടോ? എന്താ യാസീന് കുഴപ്പമുണ്ടോ? യാസീന് കുഴപ്പമില്ല. അവിടെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ. ഇങ്ങനെ ഓരോന്നിനും സ്ഥലവും സാഹചര്യവും ഒക്കെ പഠിപ്പിച്ചു. ആ സുന്നത്തുകളുടെ സ്വാധീനമാണ് നമുക്ക് വേണ്ടത്. നാട്ടിൽ ഇല്ലാത്ത നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പുതിയ പുതിയ ബിദ്അത്തുകളായ പലതും കടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിലേക്ക് അവർക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ജാഗ്രതയോടെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദു, റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, നബി നിരോധിച്ചതൊക്കെ നിങ്ങൾ തടുക്കുകയും വേണം. നബി പഠിപ്പിച്ചത് അനുസരിച്ച് അംഗീകരിക്കുക. നബി പാടില്ല എന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കണം. തങ്ങൾ 1000-ലേറെ സ്ഥലത്ത് തന്റെ പ്രഭാഷണങ്ങളുടെ തുടക്കത്തിൽ പറയാറുണ്ട്, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും നാശത്തിലാണ്, വഴികേടിലാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, ബിദ്അത്തുണ്ടാക്കി ളലാലത്ത് പെട്ടാൽ അവരൊക്കെ നരകത്തിലാണ്. ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കുന്നതിനെ സൂക്ഷിക്കണം. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുക. പുതിയ പുതിയ സംഭവങ്ങൾ. നാട്ടുമൗലിദ്, എന്നിട്ട് എല്ലാവരും കൂടി ഏതെങ്കിലും വീടിന്റെ മൂലയിൽ നിന്നിട്ട് പ്രഭാത മൗലിദ്. സുബഹിക്ക് രാവിലെ 4:30 മണിക്ക് റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് പള്ളികളിൽ നിന്ന് പൂര ബഹളം. അപ്പുറത്തുള്ള വീട്ടിലാരുണ്ട്, പ്രായമായവരുണ്ട്, അപ്പുറത്ത് കുട്ടികളുണ്ട്, ആ മുസ്ലിങ്ങൾ കിടന്നുറങ്ങുന്നുണ്ട്. എന്നിട്ട് 4 മണിക്ക് മൈക്ക് ഓഫ് ആക്കിയിട്ട് മൗലിദ്. എന്താണ്? പ്രവാചക സ്നേഹമാണ്. അവിടെയാണ് പ്രശ്നം. നബി പഠിപ്പിച്ച പ്രവാചക സ്നേഹത്തിലില്ലാത്ത, അവർ സ്വയം ഉണ്ടാക്കിയ, മലിക്കുൽ മുദഫർ ഉണ്ടാക്കിയ, ഫാത്തിമിയാക്കൾ ഉണ്ടാക്കിയ, ഷിയാക്കൾ ഉണ്ടാക്കിയ പ്രവാചക സ്നേഹം കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് സുന്നത്താണെന്ന് പറഞ്ഞു. അത് സുന്നത്തല്ല മക്കളെ. ആണ് ബാംഗ്ലൂരില് നബിദിനാഘോഷം നടക്കുന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ വായിച്ചോ? അവിടെ ഉണ്ണിയേശുവിന്റെ ആളുകൾ ഉണ്ടായിരുന്നു. അവരതുണ്ടാക്കി ക്രിസ്മസിന്റെ സമയത്ത്. എന്നാൽ കുറച്ചു കഴിഞ്ഞ് റബീഉൽ അവ്വൽ വന്നപ്പോൾ ബാംഗ്ലൂരുകാർ ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കി വെച്ചു. അങ്ങ് കടന്ന് പ്രവർത്തിച്ചു. എന്തിനേറെ എന്നറിയോ? മറ്റു പല ജാഥകളിലും ആഘോഷങ്ങളിലും DJ പാർട്ടികളിലും ഡാൻസ് ഒക്കെ തുടങ്ങിയതുപോലെ ഇപ്രാവശ്യം പെൺകുട്ടികളെ വരെ നിരത്തി ഇറക്കിയ ഡാൻസുകൾ നടന്നു. ചില പ്രദേശങ്ങളിലൊക്കെ ഉസ്താദുമാര് പോലും സംസാരിക്കാൻ തുടങ്ങി. ഇതാകെ പിടുത്തം വിട്ടിരിക്കണം. ഈ കോലത്തിലൊന്നുമല്ല നബിനെ സ്നേഹിക്കേണ്ടത്. അത് ഇഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യിന്ന് പോയി. ഇപ്പൊ നാട്ടുകാർ തോന്നിയതൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? പാടില്ലെന്ന് പറഞ്ഞ പലതും നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ സുന്നത്താണോ? സുന്നത്ത്. ഇത് ചെയ്യാതിരുന്നാൽ അവൻ പുത്തൻവാദി, പിഴച്ചവൻ, നശിച്ചവൻ എന്ന് പേര് കൊടുക്കുക. വീട് താമസിക്കുന്ന അന്ന് വരെ നോക്ക് നിങ്ങൾ, വീട് അള്ളാഹ് നൽകിയ മഹത്തായ അനുഗ്രഹമായ വീട് കിട്ടിയ പല സഹോദരിമാരും വാശി പിടിക്കാണ്. എന്താ വേണ്ടത്? അവിടെ കുത്തുബിയത്ത് വേണോ? ആരാ കുത്തുബിയത്ത്? യാ ശൈഖ് മുഹിയുദ്ദീൻ, യാ ശൈഖ് മുഹിയുദ്ദീൻ. എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ആ വീട്ടിൽ ഇരുന്നിട്ട് കുത്തുബിയത്തൊക്കെ ചൊല്ലി, എന്നിട്ട് രാവിലെ ഉസ്താദ് അടക്കം, പള്ളിയിൽ ഇമാമത്ത് കണ്ട ഉസ്താദ് അടക്കം നേരെ ഈ വീട്ടിൽ വരുന്നത്. ഒരു ജമാഅത്തൊക്കെ അന്ന് പള്ളിന്ന് പോന്നിട്ട് നേരെ വീട്ടില. എവിടെയാണ്? ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയിട്ട് വേറെ വീട്ടിൽ പോയി നിസ്കരിക്കാൻ ഏതാ വകുപ്പ്? ജമാഅത്ത് നമസ്കാരം വരെ അന്ന് മാറ്റി വെച്ചിക്കപ്പെടുക. പുരുഷന്മാരൊക്കെ നേരെ പള്ളിക്കാണ്. ഉന്നതസ്കാരം വീട്ടിൽ നിന്നാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഫർള് എവിടുക്കാ പോകേണ്ടത്? ഒരു പള്ളിക്ക്. അന്ന് ഉസ്താദ് തന്നെ നേതൃത്വം കൊടുത്ത്. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ടെടുത്തോ, ജുമുഅ ഖുത്ബകളുമായി ബന്ധപ്പെട്ട സുന്നത്തനുസരിച്ച് നടക്കുന്നുണ്ടോ? തന്റെ മുമ്പിലിരിക്കുന്ന അനുയായികൾക്ക്, തന്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരൊറ്റ ഖുത്ബ കേരളക്കരയിൽ അറബിയിൽ ഖുത്ബ പറയുന്നവർക്ക് പറയാൻ കഴിഞ്ഞോ? ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ മുഴുവൻ ഖുത്ബയും തന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഖുത്ബ മലയാളത്തിൽ പറയും. അതിന്റെ അറബിയിൽ പറയേണ്ട ഭാഗങ്ങളൊക്കെ അറബിയിൽ പറയും. അതിൽ വസിയത്ത് ഉണ്ടാകും, തഖ്വ കൊണ്ട് വസിയത്ത് ഉണ്ടാകും, ഹംദ് ഉണ്ടാകും, സ്വലാത്ത് ഉണ്ടാകും, ഖുർആൻ കൊണ്ട് താക്കീതുകൾ ഉണ്ടാകും, ഹദീസിന്റെ വിശദീകരണങ്ങളൊക്കെ ഉണ്ടാകും. ജനങ്ങൾക്ക് ഖുത്ബകളിലൂടെ ലഭിക്കേണ്ടത് ഫസ്ഔ ഇലാ ദിക്രില്ലാ,
അള്ളാഹുവിന്റെ ഉത്ബോധനത്തിലേക്ക് കടന്നു വരൂ. കുറെ അറബിയിൽ കുറെ ഒച്ച കേട്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ലഹരി വ്യാപിക്കുമ്പോൾ, ലിബറലിസം കടന്നു കയറുമ്പോൾ, വിവാഹമോചനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, പെൺമക്കളും വിവാഹിതരാകുന്ന സ്വവർഗരതി കടന്നു വരുമ്പോ, നടന്മാരും ബാക്കിയുള്ളവരും സ്വവർഗരതിയെ, ലെസ്ബിയനിസത്തെ പൊക്കിക്കൊണ്ടുവരുമ്പോ, തന്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യർക്കെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ ഇന്നത് പാടില്ലാത്തതാണെന്ന്? കൊടുക്കാൻ ഒരു വകുപ്പും അവരുടെ കയ്യിൽ. അറബിയിൽ മാത്രമേ അവർ പറയൂ. റബീഉൽ അവ്വലിൽ ഓതുന്ന ഖുതുബയിൽ പോലും വഫാത്തുൻ നബിയാണ് വായിക്കുന്നത്. മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് അതേ മനുഷ്യൻ പറയും നാളെ പോത്തിനറക്കണം കേട്ടോ എന്ന് പറയും ചെയ്യും. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇത് പഠിക്കാൻ, ഈ സുന്നത്തിനെ പഠിക്കുക എന്നുള്ളത് നമ്മൾ പിഴക്കാതിരിക്കാൻ മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സാധാരണ ഒരു മോഷ്ടിക്കുന്ന വ്യക്തി, ഒരു കൊലപാതകം ചെയ്യുന്ന വ്യക്തി, ഒരു മദ്യപിക്കുന്ന വ്യക്തി, അയാൾ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങും, നന്നാവും. ഒരു ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യൻ അയാൾ തൗബ പോലും ചെയ്യൂല. കാരണം എന്താ? അയാൾ ചെയ്യുന്നത് അയാളുടെ ശരിയാണ്. ഒരിക്കലും അയാൾ എനിക്ക് പുറത്തുതന്നെ എന്ന് പ്രാർത്ഥിക്കൂടിയില്ല. അയാൾ ചെയ്യുന്നത് അയാളുടെ ശരിയാണ്. എന്നാൽ മഅസിയത്തായ മറ്റു പാപങ്ങളെക്കാൾ കഠിനമാണ് അൽ ബിദ്അത്ത് എന്നത്. സുന്നത്ത് എവിടെ നഷ്ടപ്പെടുന്നോ അവിടെ ബിദ്അത്തുകൾ കടന്നു വരും. ഒരാളുടെ ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ ചൊല്ലാനുള്ള ദിക്റുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, അവനവന്റേതായ ആവശ്യങ്ങൾക്കുള്ള പ്രാർത്ഥനകളുണ്ട്. അതൊന്നും ആർക്കും വേണ്ട. മറിച്ച് അവിടുന്ന് അൽഹംദുലില്ലാഹ് കേട്ടാൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, എന്താ പറഞ്ഞെന്നോ കുറെ ആമയും പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നൊന്നും അതൊക്കെ ഉസ്താദിന് അറിയാന്ന് ഇനി ചോദിക്കൊന്നും വേണ്ട. നമ്മളെ കാര്യം പറയണ്ടേ? അതൊക്കെ അവിടെ പറഞ്ഞിക്കണ്. എവിടെ? നമ്മൾ അനുഭവിക്കുന്ന കച്ചവടത്തിലെ, കുടുംബത്തിലെ, വ്യക്തി ജീവിതത്തിലെ പ്രയാസങ്ങൾ പറയാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ശരിക്കുള്ള ദുആ ഉണ്ടോ? ദിക്റുകൾ നമ്മുടെ നാട്ടിലുണ്ടോ? ആ ദിക്റുകളെ കോലം കേട്ടോ നിങ്ങള്. ഒരു ത്വരീഖത്തിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ത്വരീഖത്തിന്റെ ദിക്റ് അനജാമൂസ് അനജാമൂസ് അനജാമൂസ്, ഞാൻ പോത്താണ്, ഞാൻ പോത്താണ്, ഞാൻ പോത്താണ്. ഒരു കൊല്ലം പറയാൻ പറഞ്ഞു, ഒരു കൊല്ലം ദിക്റ് പഠിപ്പിച്ചു കൊടുത്തു. സംഭവം പറയണോ പോത്തായിരിക്കും, അല്ലാതെ ഇപ്പൊ എന്താ പറയാ? അനജാമൂസ് അനജാമൂസ് ഞാൻ ദിക്റാണെന്ന് പറഞ്ഞിട്ട് അത് ഒരു ദിക്റല്ല, അയാളുടെ നിലപാടാണ് ഞാൻ പോത്താണെന്നുള്ളത്. അത് എന്നിട്ട് പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് പറഞ്ഞു, ത്വരീഖത്ത് എടുക്കാനായിട്ടില്ല, ഞങ്ങള് ദിക്റൊന്നും ശരിയായിട്ടില്ല. പിന്നെ 2 കൊല്ലം കൂടി അനജാമൂസ് അനജാമൂസ്. ഈ ദിക്റ് ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ പറയണത് മുജാഹിദുകൾക്ക് ദിക്റില്ല. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതിന്റെ മുമ്പ് ഒരു 5-6 മാസം മുമ്പ് വേറൊരു ദിക്റ് വന്നു. എന്താ? കാസിമി പറഞ്ഞല്ലോ നമ്മൾ ദിക്റ് ചെല്ലണം. ഒരു ഔലിയപ്പാപ്പന്റെ ദിക്റുണ്ട്. എന്താ ദിക്റ്? തവളയും കുട്ടികളും ഹാദിർ, തവളയും കുട്ടികളും ഹാദിർ. എന്ത് ദിക്റാണ്? തവളയും കുട്ടി എന്ത് ഹാദിർ? ഇതെന്ത് ദിക്റാണ് നിങ്ങൾ പറയണത്? തീജാനി ത്വരീഖത്തിന്റെ ദിക്റാണ്. എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ലാ കണ്ണ ഇല്ലല്ലാ, ലാ നാക ഇല്ലല്ലാ, ലാ മൂക ഇല്ലല്ലാ, ലാ തല വലാ വാല ഇല്ലല്ലാ. ഇതൊക്കെ ദിക്റായിട്ട് കൊണ്ടുനടക്കണത്. ഇത് ചൊല്ലണം. ഇത് ഇസ്ലാമിലുള്ള ദിക്റല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങളെ മേലെ ചൂണ്ട് കണ്ടോ ദിക്റിനെ പരിഹസിച്ചു. ഇത് ദിക്റല്ല. ഇസ്ലാം പഠിപ്പിച്ച ദിക്റ് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും അടങ്ങുന്ന ധാരാളം ദിക്റുകളുണ്ട്. അത് ഒരിക്കലും മുടങ്ങാതെ ലാഭകരമായി കൊണ്ട് നടക്കുന്ന കച്ചവടമാണ് ദിക്റ്. ഒരു ചെലവില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റും. അതും നശിപ്പിച്ചു. മനുഷ്യന്റെ പ്രതിസന്ധികളെ ചൂഷണം ചെയ്യാൻ ഏലസുകളിലേക്കും മൈക്കലുകളിലേക്കും ജോത്സ്യനിലേക്കും മറ്റു പല നിലക്കുമുള്ള ചൂഷണങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ദാരുണമായ അവസ്ഥ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചു. അല്ലേ? CM മടവൂരാണ് ഏറ്റവും വലിയ ഷെയ്ഖ് എന്നും കുത്തുബാണി എന്നും ഒക്കെ പറഞ്ഞു നടക്കുന്ന ചാനലുകാരന്റെ ഭാര്യ ഗർഭിണിയായി. ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കേണ്ട പല സമയങ്ങൾ വന്നു. ആ മനുഷ്യൻ ആ പ്രസവത്തിന്റെ സമയത്ത് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാതെ ആ പെണ്ണ് വീട്ടിൽ കിടന്നുകൊണ്ട് മരിച്ചു. CM മടവൂര് വന്നോ? വന്നില്ല. ഇയാൾ എന്തായാലും അത് പറയൽ നിർത്തിയോ? ഇല്ല. ആ മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ രൂപത്തിൽ മനുഷ്യനെ കൊല്ലുന്ന അന്ധവിശ്വാസങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പൗരോഹിത്യം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഏതാനും കിലോമീറ്റർ അപ്പുറത്ത് ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ആ മനുഷ്യൻ മരിച്ചിട്ട് ആ മനുഷ്യനെ മറവ് ചെയ്തില്ല.
ദിവസങ്ങളോളം ആരോടും മിണ്ടാതെ പൊതിഞ്ഞെടുത്തു വെച്ചു. മണം പുറത്തു വരാതിരിക്കാൻ വേണ്ടി നല്ല സ്മെല്ലുള്ള ചന്ദനത്തിരി കത്തിച്ചു വെച്ച് പുകപ്പിച്ചു. ആഴ്ചകൾ പിന്നിട്ട് മാസം കഴിഞ്ഞ് ദുർഗന്ധം വന്നപ്പോൾ അയൽവാസികൾ ചോദിച്ചു, എന്താണ് ഇവിടുന്ന് ഒരു മണം വരുന്നത്? വീട്ടിലേക്ക് കയറി വന്നുകൊണ്ട് തുറന്നു നോക്കുമ്പോൾ ജീർണിച്ച ഭർത്താവിൻ്റെ മൃതശരീരമാണ്. എന്താണ് നിങ്ങൾ മറവ് ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ഭർത്താവ് ഇപ്പോൾ ജീവിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. മറവ് ചെയ്യാതെ മയ്യത്തിനോട് വരെ ക്രൂരത കാണിച്ച അവസ്ഥ നമ്മുടെ മുക്കത്തല്ലേ ഉണ്ടായത്. ബാങ്ക് കൊടുത്ത് 5 ബാങ്ക് കൊടുക്കാതെ കുട്ടിക്ക് പാല് കൊടുക്കൂല എന്നൊരു ഉമ്മ പ്രഖ്യാപിച്ചത്. നമ്മുടെ നാട്ടിൽ ഉമ്മാരൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി. തങ്ങൾക്ക് എന്താ പോകാനുള്ളത്? 5 ബാങ്ക് കേൾക്കാതെ പാല് കൊടുക്കാൻ പാടില്ല. പോലീസ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടാണ് കുട്ടി പാല് കൊടുത്തത്. ഇതൊക്കെ ആരാണ് ജനങ്ങളെ പിഴപ്പിക്കുന്നത്? ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഈ പറയുന്ന നേതാക്കന്മാര്, സാദാത്യങ്ങൾ, അവർക്കൊരു പ്രതിസന്ധി വന്നാൽ എന്താ ചെയ്യാറുള്ളത്? ഈ അടുത്ത് നമ്മുടെ കാരന്തൂര്, നമ്മുടെ സഖാഫത്ത് സുന്നിയുടെ ബഹുമാന്യനായ നേതാവ്, അദ്ദേഹത്തിന്റെ കണ്ണിന് തിമിരം ബാധിച്ചു. കണ്ണിന് തിമിരം ബാധിച്ചപ്പോ എന്താ ചെയ്യേണ്ടത്? കുറെ മരുന്ന്, ഒരുപാട് സത്താറിന്റെ ഡയാലിസിസ് ചെയ്യുന്ന 3 ഡയാലിസിസ് ചെയ്യുന്ന സത്താറിന് ഇനി ഡയാലിസിസ് വേണ്ടാന്ന് പ്രഖ്യാപിച്ച മനുഷ്യൻ സ്വന്തം കണ്ണിന് തിമിരം ബാധിച്ചപ്പോ എന്റെ നാട്ടിലേക്കാ വന്ന് പെരിന്തൽമണ്ണക്ക് എബൈറ്റ് ഹോസ്പിറ്റലിലേക്കാ വന്നിക്കണത്. അപ്പൊ എന്തിനാവോ? എന്നിട്ട് അദ്ദേഹം അത് അനൗൺസ് ചെയ്ത് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. എൻ്റെ കണ്ണിന് തിമിരം ബാധിച്ചിരിക്കുകയായിരുന്നു, അങ്ങനെ ഞാൻ എബൈറ്റ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് എനിക്ക് ഇക്ബാൽക്കൊക്കെ ഇവിടെ ചോദിച്ചു നോക്കി, നിങ്ങൾ എനിക്ക് അവിടെ നിന്ന് മാറിയത് ഇവിടെ വന്നിട്ടാണ്. എന്നിട്ട് സാധുക്കൾ മറ്റേ തുപ്പിയ വെള്ളം കുടിച്ചിങ്ങനെ ഇരിക്കുക. കണ്ണൂർ ജില്ലയിൽ ഒരു തങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഇതേപോലെ അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത് റേഷൻ കടന്റെ അടുത്ത് നമ്മൾ ചാക്ക് വെക്കണ പോലെ കുറെ ക്യാന് വെച്ച കടകളുണ്ട്. അപ്പൊ എന്താ, തങ്ങൾ ഊതിയ വെള്ളം വന്നിട്ട് മൂപ്പര് തുപ്പിയ വെള്ളം കുടിക്കാൻ വരിക. അങ്ങനെ കുറെ കാലം ആൾക്കാർ വന്ന് വെള്ളം കുടിച്ചിട്ട് മരിക്കാൻ പോണ രോഗിക്ക് സംസം കൊടുക്കണ പോലെ ഇയാൾ തുപ്പിയ വെള്ളം കൊടുത്തിന്. ഒരു ദിവസം ഉണ്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഭയങ്കര ആംബുലൻസ് ചീറിപ്പാഞ്ഞു വരുന്നു. എന്ത്, തങ്ങൾക്ക് സുഖല്ലാർ. അങ്ങനെ വേഗം എടുത്ത് ഹോസ്പിറ്റലിൽ കയറ്റിയിട്ട് ഇങ്ങനെ എടുത്തു. അപ്പൊ വെള്ളത്തിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാർ ചോദിക്കുക, അപ്പൊ തങ്ങൾക്ക് വെള്ള ലേസത്ത് കുടിച്ചുകൂടേന്ന് ചോദിക്കുന്നുണ്ട്. ആര് കേൾക്കാം? വേഗം എടുത്ത് എല്ലാവരും എടുത്ത് ആശുപത്രി കൊണ്ടുപോവാണ്. ഇങ്ങനെ സാധുക്കൾ ഇവിടെ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് നശിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന ബോധ്യത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സകല നിഅമത്തുകൾക്കും ഏറ്റവും വലിയ നന്ദി. തൗഹീദുള്ള, ആഖിറ ബോധമുള്ള, ശരിയായ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നാളെ വരാനിരിക്കുന്ന മരണശേഷമുള്ള ജീവിതത്തിന്റെ വിജയത്തിന് ഈ ദുനിയാവിനെ ക്രമീകരിക്കലാണ്. അതിന് നമ്മൾ ശരിയായ 4 കാര്യങ്ങൾ ഓർമ്മയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, നമുക്ക് നല്ല ഇൽമുണ്ടാക്കലാണ്. പഠിക്കുക, നന്നായി പഠിക്കുക എന്നത്. ദീനിനെ കുറിച്ച് സംശയമുള്ളതെല്ലാം ചോദിച്ച് പഠിച്ചു മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. 2, വൽ അമലു ബിഹി, അറിയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക, അമലുണ്ടാവുക. 3, വദ്ദഅവതു ഇലൈഹി, നമ്മൾ പഠിച്ചു പ്രവർത്തിക്കുന്ന കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. എത്ര സൗകര്യമാണ്! ഒന്ന് ഫോണിൽ ഒന്ന് നെക്കിയാൽ, ഒന്ന് പ്രസ് ചെയ്താൽ എത്ര ആളുകൾക്ക് മെസ്സേജ് അയക്കാം. ഒന്ന് സ്റ്റാറ്റസ് വെച്ചാൽ എത്ര പേർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ പറ്റും. ഇസ്ലാമിനെ ഇത്ര ശക്തമായി വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഏതെങ്കിലും മെസ്സേജുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. 4, അസ്സബ്റു അലൈഹി, ആ ഉണ്ടാകുന്ന പ്രയാസങ്ങളിലെല്ലാം ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവണം നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബാധ്യതകൾ വിസ്മരിച്ചു പോകരുത്. പ്രിയപ്പെട്ട വാപ്പമാരെ, മക്കളോടുള്ള നമ്മുടെ ബാധ്യത വിട്ടേച്ചു പോകരുത്. അവർ നരകത്തിന്റെ വിറകായി മാറുന്ന അവസ്ഥയുണ്ടാവരുത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ വിസ്മരിച്ചു പോകല്ലേ. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവരായി മാറണം. ചെയ്യുന്ന വാക്ക് കൊണ്ട് പോലും അവരെ എതിർക്കുന്നവരായി നീ മാറരുത്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യമാരോടൊരു മാന്യനായ ഭർത്താവായി നമ്മൾ മാറണം. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ വീട്ടിലെ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ തന്റെ കുടുംബത്തിനോട് മാന്യമായി പെരുമാറുന്നവനാണ്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് മര്യാദയോടെ
സ്ത്രീയോടെ സഹവർത്തിത്വം കാണിക്കണം. നാട്ടിൽ നന്നായാ പോരാ, പള്ളി നന്നായാ പോരാ, നമ്മുടെ വീട്ടിലും നമ്മൾ ഏറ്റവും നല്ല മാന്യന്മാരായി മാറണം. പ്രിയപ്പെട്ട ഭാര്യമാരെ, സ്വർഗമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്റെ ഭർത്താവിനെ അനുസരിക്കാൻ വിട്ടുവീഴ്ചയില്ല. ഒരു പെണ്ണ് സ്വർഗത്തിലെത്തണോ, ഭർത്താവിന്റെ തൃപ്തിയോടെ ലോകത്തുനിന്ന് വിട പറയാൻ കഴിയണം. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ മരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ മൂലയിൽ ഇരുന്ന് തേങ്ങി തേങ്ങി കരയുന്നുണ്ട്. എന്തേ? പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടപ്പോഴാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അബൂ സലമ റളിയല്ലാഹു അൻഹു എന്ന പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചപ്പോ ഇതിനേക്കാൾ മികച്ച ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടുമോ എന്ന് ആവലാതിപ്പെട്ടിട്ടുണ്ട്. അത്ര മാതൃകാപരമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട വാപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ മക്കള് നശിക്കാതിരിക്കാൻ നമ്മൾ രണ്ടുപേര് ദീനികളായി മാറണം. നമ്മുടെ ദാമ്പത്യം മനോഹരമാകണം. വീട്ടിൽ സ്നേഹമുള്ളവരായി മാറണം. കലഹങ്ങളില്ലാത്ത വീടായി മാറണം. മ്യൂസിക്കും തോന്നിവാസങ്ങളും ഇല്ലാത്ത വീടായി മാറണം. ദുരാചാരങ്ങളില്ലാത്ത വീടായി മാറണം. വെഡിങ് ആനിവേഴ്സറി ഇല്ല, ബർത്ത്ഡേകളില്ല, സുന്നത്ത് കല്യാണ ആഘോഷങ്ങളില്ല. അതുപോലെ തന്നെ പ്രായപൂർത്തിയായി എന്ന് അറിയിക്കുന്ന തോന്നിവാസ ചടങ്ങുകൾ നമ്മൾ കൊണ്ട് നടത്തണ്ട. ഇല്ലാത്ത മാമൂലുകൾ കൊണ്ട് നമ്മുടെ വീട് മലീമസമാക്കണ്ട. നമ്മുടെ കുടുംബത്തിലെ ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹാരിതയാണ് നമ്മുടെ മക്കൾ നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട് പ്രതീക്ഷയാകണം. എന്ത് അങ്ങാടിയിലും ക്യാമ്പസിലും എന്തൊക്കെ ശല്യങ്ങൾ വന്നാലും എൻ്റെ ഉമ്മാനോട് എൻ്റെ വാപ്പാനോട് പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകുമെന്ന തോന്നലുണ്ടാക്കണം. മക്കൾക്കെതിരായി ഒരിക്കലും പ്രാർത്ഥിക്കരുത്, നീ നന്നാവൂല, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ കൊണ്ടൊന്നൊരു ഉപകാരമില്ല എന്ന് ഒരിക്കലും പറയരുത്. ലാ തദ്ഉ അലാ അംവാലിക്കും വലാ ഔലാദിക്കും. നിങ്ങളുടെ മക്കൾക്കെതിരെ, നിങ്ങളുടെ സമ്പത്തിനെതിരെ ഒരിക്കലും പ്രാർത്ഥിച്ചു പോകരുത്. മക്കൾ അകപ്പെട്ടു പോകുന്ന ധാരാളം കേസ്, ലഹരി കേസുകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ആരാമ്പ്രത്തെ ഈ പരിസരത്തുള്ള കടയിലുള്ള കച്ചവടക്കാരോട് സ്നേഹത്തോടെ ഞാൻ പറയുന്നു, നമ്മുടെ കടയിൽ ഏതെങ്കിലും ലഹരി ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മുടെ വരുമാനം ഹറാമാണ്. നമ്മുടെ മക്കളെ തീറ്റിക്കുന്ന സമ്പത്ത് ഹറാമാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്. സിഗരറ്റ് കച്ചവടക്കാരാ, നീ ഈ നാട്ടിലെ ക്യാൻസർ പരത്തുന്നതിന്റെ നേതാവാണ്. പതിയെ പതിയെ മനുഷ്യനെ കൊല്ലുകയാണ് സിഗരറ്റ്. അതിന്റെ ഏറ്റവും പുതിയ വേർഷനുകളായി MDMAയും ഹാൻസും പാമ്പരാഗും അടക്കമുള്ള സകല വസ്തുക്കളും ചവച്ചും ഇഞ്ചക്ട് ചെയ്തും കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ലഹരി കൊണ്ട് മരണപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ച് മയ്യത്ത് കുളിപ്പിക്കാൻ ചെന്നപ്പോ വായയിലേക്ക് കൈയിട്ട് കഴുകുന്ന സമയത്ത് ലഹരിയുടെ അംശങ്ങളാണ് പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നത്. നഊദുബില്ല. ഒന്ന് മനസ്സറിഞ്ഞ് ആലോചിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്, മോശപ്പെട്ടവനായി മരിക്കരുത്. നശിച്ച ദുഷിച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് അങ്ങനെ മരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കരുത്. ഏറ്റവും നല്ല മനോഹരമായ മരണത്തിന് വേണ്ടി ജീവിതത്തെ ഏതു സമയത്ത് വന്നാലും ആ ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ അയൽപക്കത്ത് നാട്ടിലുള്ളവരോട് അകന്ന അയൽവാസിയോടും അടുപ്പമുള്ള കുടുംബക്കാരായ അയൽവാസികളോടും അവർ കടമകൾ നിർവഹിക്കണം. അവരെ ശല്യപ്പെടുത്തുന്ന ഉപദ്രവിക്കുന്നവരായി മാറാൻ പാടില്ല. നമ്മുടെ സാമ്പത്തിക മേഖല ഹലാലിന്റെ സാമ്പത്തിക മേഖലയാകണം. പലിശ കൊണ്ടുണ്ടാക്കിയതാകരുത്, കള്ളത്തരം കൊണ്ടുണ്ടാക്കിയതാകരുത്, ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടുള്ളതായി മാറരുത്. ലോട്ടറി മേടിച്ചും വിറ്റും പണമുണ്ടാക്കി സുഖിക്കുന്നവനായി നമ്മൾ മാറരുത്. മൈസിറാണ്, ചൂതാട്ടമാണ്, വിലക്കപ്പെട്ട സാധനങ്ങളാണ്. കച്ചവടത്തിൽ നീതി പാലിക്കണം, മക്കളോട് നീതി പാലിക്കണം, കുടുംബത്തോട് നീതി പാലിക്കണം. ഫഅദിലൂ, നീതി പാലിക്കണം എന്ന ഖുർആനിന്റെ കൽപ്പനയാണ്. അതുപോലെ തന്നെ മനുഷ്യരായ നമ്മളോട് ഏറ്റവും പ്രാധാന്യത്തോടെ പറഞ്ഞതാണ് തആബനൂ അലൽ ബിർരി വത്തഖ്വ, പുണ്യങ്ങളോട് നന്മയോടൊക്കെ സഹകരിച്ചു കൊടുക്കാം. വലാ തആബനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപങ്ങളോട് തിന്മകളോട് സഹകരിച്ചു പോകരുത്. ഏത് നേതാവ് പറഞ്ഞാലും, ഏത് സംഘടന പറഞ്ഞാലും, ഏത് രാഷ്ട്രീയക്കാരൻ പറഞ്ഞാലും തിന്മകളോട് ഞങ്ങൾ സഹകരിക്കില്ലെന്ന ശക്തമായ തീരുമാനമുണ്ടാകണം.
അങ്ങനെ ഇരുന്ന് നമ്മുടെ പള്ളികളിലെ ഓരോ ജമാഅത്ത് നമസ്കാരത്തിലെയും പങ്കാളിത്തം ഉറപ്പുവരുത്തണം. CRE ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നടത്തുന്നതാണ്. അതിൻ്റെ വിഷയങ്ങൾ അറിയുമ്പോൾ ആ സ്ഥലത്തേക്ക് വേറെ ഒരു പരസ്യം ആവശ്യമില്ലാതെ രക്ഷിതാക്കൾ കൊണ്ടുപോയി ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. പരിസരത്ത് നരിക്കുനിയിലും പരിസരങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന QHLS എന്ന സൂറത്തുൽ അംബിയാഇന്റെ പഠനം കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ഹജ്ജിന്റെ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുമ്പോൾ അവിടേക്ക് കുടുംബസമേതം ചെന്നെത്തിപ്പെടുന്നവരായി നമ്മുടെ കുടുംബം മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിരവധി അനവധി വിജ്ഞാന സദസ്സുകളും ദീനി ദഅവ പ്രവർത്തനങ്ങളും ഒക്കെ നാട്ടിൽ നടക്കുമ്പോൾ പീസ് റേഡിയോ പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ എത്രയോ ആപ്പുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കുന്ന, നമ്മുടെ മനസ്സിന്റെ ആവശ്യങ്ങൾ ഇട്ടുതരുന്ന പീസ് റേഡിയോ എന്ന വിജ്ഞാന വിളക്കിനെ ഉപയോഗിക്കേണ്ടതുപോലെ കറക്റ്റായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. വീഡിയോകൾ മനോഹരമായി കാണാൻ, വേണ്ടാത്തത് കാണാതിരിക്കാൻ ജമീൽ ആപ്പ് കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. മക്കളെ അടക്കം കുടുംബസമേതം TV-യിൽ ഇരുന്ന് കാണിക്കാൻ പറ്റുന്ന വീഡിയോകൾ മാത്രമായി ജമീൽ ആപ്പിന്റെ സ്റ്റോറേജുകളുണ്ട്. നേർപ്പദം വാരിക, വായിച്ച് മനസ്സിലാക്കി പഠിച്ച് ഒരാഴ്ചക്ക് നമ്മുടെ നാടിന്റെ പുതിയ പൾസറിഞ്ഞുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റുന്ന ലേഖനങ്ങൾ അടങ്ങിയ നേർപ്പദം വാരിക നമുക്കുണ്ട്. നമ്മൾ ഓരോരുത്തരും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന ദഅവത്ത് നടത്തുന്നുണ്ടോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാനും എൻ്റെ കുടുംബവും സമ്പത്ത് കൊടുക്കുന്നവരാണോ? അള്ളാഹു നമ്മുടെ ഈ ഒരു സദസ്സുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവർക്കും തക്കതായ വലിയ നന്മയും ഖൈറും പ്രതിഫലവും നൽകുമാറാകട്ടെ. ഈ ഒരു മഴയുള്ള സമയത്തും ഇത്രയും നല്ല ഒരു സദസ്സും വേദിയും സൗണ്ട് സിസ്റ്റങ്ങളും എല്ലാം ഒരുക്കിയ ഈ പ്രദേശത്തുകാരായ എല്ലാവരോടും കൃത്യമായ നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. അള്ളാഹു അവരുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അവർ അനുഭവിച്ച എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. വീടുകളിൽ കയറി ചെന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞ് ക്ഷണിക്കാൻ വേണ്ടി പടിയിറങ്ങിയ ഓരോരുത്തർക്കും അവരുടെ കാൽപാദങ്ങളെല്ലാം വലിയ ദറജകളിലേക്കുള്ള കാൽവെപ്പുകളാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇനിയും ഇതുപോലെ പരിസരങ്ങളിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, യഥാർത്ഥ ഔലിയാക്കന്മാരുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന, സുന്നത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്ന, പരലോകബോധം ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന നന്മയുടെ വിവിധങ്ങളായ വഴികളിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന നല്ലവരായി മാറാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഈ വരുന്ന ഒക്ടോബർ 31-ാം തീയതി വ്യാജമുടി, നിലക്കാത്ത ചൂഷണങ്ങൾ എന്ന പേരിൽ മുജാഹിദ് ആദർശ സമ്മേളനം കാരന്തൂര് വെച്ച് നടക്കുകയാണ്. ഇതുപോലെ ഒരു നിറഞ്ഞ സദസ്സുണ്ടാക്കി കൊടുത്ത് ജനങ്ങളെ എല്ലാം അതിലേക്ക് ക്ഷണിച്ച് പ്രബുദ്ധരാക്കാൻ ബഹുമാന്യനായ താജുദ്ദീൻ സ്വലാഹിയും മൂസ സ്വലാഹി കാരയും ഒക്കെ പങ്കെടുക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അതിന്റെ ഡേറ്റും സ്ഥലവും ഒക്കെ ഓർത്തെടുത്തുകൊണ്ട് പരമാവധി നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ സമയം, സമ്പത്ത്, ഊർജം, കഴിവ്, ശേഷി എല്ലാം അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട ഒരു മാർഗത്തിലേക്ക് കൊടുക്കാൻ ഒരുങ്ങണമെന്ന് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം ഇഷ്ടപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.